വിചാരണ കോടതിയുടെ പരസ്യ വിമർശനത്തിനെതിരെ നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ അഭിഭാഷക TB മിനി ഹൈക്കോടതിയിലേക്ക്. ജഡ്ജി ഹണി എം വർഗീസിനെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകി. വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസ് പരസ്യമായി അപമാനിച്ചുവെന്ന് ഹർജിയിൽ പറയുന്നു. ഇത് വിചാരണ കോടതി ജഡ്ജിയുടെ പതിവ് രീതിയാണെന്നും ഹർജിയിൽ ആക്ഷേപമുണ്ട്. സായ്കുമാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സായ്കുമാർ, ഗുരുതരമായ ആരോപണമാണ് ഈ അതിജീവിതയുടെ അഭിഭാഷകയെ TB മിനിക്കെതിരെ വിചാരണ കോടതി ജഡ്ജിയായ ഹണി എം റോസ് നൽകിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ കുറച്ച് ദിവസങ്ങൾ, 10-ൽ താഴെ ദിവസങ്ങൾ മാത്രമേ ഈ അതിജീവിതയുടെ അഭിഭാഷക കോടതിയിൽ ഹാജരായുള്ളൂ. ഹാജരാവുന്ന സമയം മുഴുവൻ ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നു എന്നതടക്കം വ്യക്തി അധിക്ഷേപമാണ് നടത്തിയത്. ഇതിനെതിരെയാണോ TB മിനി ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, വ്യക്തിപരമായി തന്നെ അഡ്വക്കേറ്റ് TB മിനിയെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളൊരു വിമർശനം അന്ന് തന്നെ TB മിനി ഉന്നയിച്ചിരുന്നു. ഇതിലെ 8ാം പ്രതിയായിരുന്ന, പിന്നീട് കോടതി തന്നെ വെറുതെ വിട്ട ദിലീപിന്റെ ഫാൻസിന് തന്നെ യൂട്യൂബിൽ അവഹേളിക്കുന്നതിന് വേണ്ടി ആയുധം കൊടുക്കുകയാണ് ജഡ്ജി ചെയ്തത് എന്നതടക്കമുള്ള വിമർശനങ്ങളും TB മിനി അന്ന് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നിയമപരമായി തന്നെ അവർ മുന്നോട്ട് പോവുകയാണ്. ഹൈക്കോടതിയെയാണ് ഇപ്പോൾ TB മിനി സമീപിച്ചിരിക്കുന്നത്. കോടതിയലക്ഷ്യ ഹർജി ജഡ്ജി ഹണി എം വർഗീസിനെതിരെ കോടതിയലക്ഷ്യ നടപടിയുമായി അവർ മുന്നോട്ട് പോവുകയാണ്. വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസ് പരസ്യമായി തന്നെ അപമാനിച്ചു എന്നാണ് ഈ ഹർജിയിൽ അവർ ആവശ്യപ്പെടുന്നത്. ഇത് വിചാരണ കോടതി ജഡ്ജിയുടെ പതിവ് രീതിയാണെന്നും ഈ ഹർജിയിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ തന്നെ ഇത് എത്തിക്കാൻ നേരത്തെ തന്നെ ശ്രമം നടത്തും എന്നുകൂടി അവർ പറയുകയും ചെയ്തിരുന്നു. ഇത് മനഃപൂർവ്വം തന്നെ കരുവാരിത്തേക്കുന്നതിനും വ്യക്തിഹത്യ നടത്തുന്നതിനുമുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത് എന്ന രീതിയിൽ തന്നെ ഇതിനെ നേരിടാനാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് TB മിനിയുടെ തീരുമാനം. ഡോക്ടർ അരുൺകുമാർ, താങ്ക് യു. സായിയാണ് വിവരങ്ങൾ നൽകിയത്.